ഹായ് എവരി വൺ. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ ഒരുപാട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഇനി അതിൽ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 3.4ലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൊരു പ്രോബ്ലം എന്ന് പറയുന്നത് cos 4x cos 2. Find the principal and general solutions of the following equation. Principal and general solutions. Tan x √3. ഇതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷനും അതുപോലെ ജനറൽ സൊല്യൂഷനും കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും. അപ്പൊ ഇതിനു മുമ്പ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് എന്തറിഞ്ഞിരിക്കണം? തിയറി അറിഞ്ഞിരിക്കണം. അതുപോലെ തിയറിയുടെ വീഡിയോ ചെയ്യുന്ന, അതായത് തിയറി പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഈ ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ tan x √3 ഇതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷനും വേണം, ജനറൽ സൊല്യൂഷനും വേണം. അപ്പൊ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണുമ്പോൾ എക്സ് എവിടെ ആയിരിക്കണം? 0 ≤ x <2π ആയിരിക്കണം. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്നുള്ളത് കാണുമ്പോൾ എന്തായിരിക്കണം? എക്സ് ഏതിന്റെ അടിയുള്ള വാല്യൂ ആയിരിക്കും? 0 ≤ x 2π. ഇപ്പൊ ഇതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാന്ന് പറയുമ്പോൾ tan x √3. tan x √3 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ √3 എന്നുള്ളത് പോസിറ്റീവ് ആകൽ എവിടെയാണ്? √3 എന്നുള്ള വാല്യൂ പോസിറ്റീവ് ആകൽ എവിടെയാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും. ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലുമാണ് √3. അതായത് tan പോസിറ്റീവ് ആകല് ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലുമാണ്. അപ്പൊ tan x √3 എന്നുള്ളത് tan x tan √3 വരെ ഏതാണ്? tan π/3. π/3. അതുപോലെ വേറെ ഒന്നും കൂടി ഏതാണുള്ളത്? ഇനി തേർഡ് ക്വാഡ്രന്റിലത്തെ ആംഗിൾ ലഭിക്കണ എന്ത് ചെയ്താൽ മതി? π + π/3. അല്ലെങ്കിൽ tan x tan π/3. അത് അപ്പോ x π/3 എന്നുള്ള ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ അതായത് tan x tan π/3 √3. അതുപോലെ tan x tan π + π/3 tan 4π/3 √3. അതായത് ഇത് രണ്ടും tan x tan π/3 √3. അതുപോലെ തേർഡ് ക്വാഡ്രന്റിലത്തെ ആംഗിൾ എന്ന് പറയുന്നത് 4π/3. അപ്പൊ അത് രണ്ടാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ്. therefore principal solution is x π/3 4π/3. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് x π/3 4π/3. അതാണ് ഇതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് tan x tan π/3 √3 ആണ്. അതുപോലെ tan x tan π + π/3 tan 4π/3 √3 ആണ്. അപ്പൊ x ന്റെ വാല്യൂസ് ഏതൊക്കെയാണ് വരുന്നത്? ജനറൽ, അതായത് പ്രിൻസിപ്പൽ സൊല്യൂഷനിൽ ഏതൊക്കെയാണ് വരിക? രണ്ട് വാല്യൂസ് ആണ് വരിക. അതായത് പ്ലസ് ആണെങ്കിൽ രണ്ട് ക്വാഡ്രന്റിൽ പ്ലസ് ആണ്, മൈനസ് ആണെങ്കിൽ രണ്ട് ക്വാഡ്രന്റിൽ മൈനസ് ആണ്. അപ്പൊ ഇവിടെ ഇതൊക്കെ ഇങ്ങനത്തെ അധിക കേസും രണ്ട് വാല്യൂസ് ആണ്, രണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആണ് ഉണ്ടായിരിക്കുക. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? π/3 4π/3. ഇനി ജനറൽ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടി tan x tan π/3 tan x tan π/3 √3. tan x tan π/3 √3. അതായത് tan x tan y ആണെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെയാണ് എഴുതുക? x n π + π/3. n എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് ഇന്റിജർ. അതായത് tan x tan y എന്നുള്ളതിന്റെ ജനറൽ സൊല്യൂഷൻ എന്താണ്? tan x tan y ആണെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെയാണ്? x n π + y എന്നാണല്ലോ. x n π + y. y ന് പകരം ഇവിടെ π/3 എന്നുള്ളത്. π/3 കൊടുത്തു. ഈ n എന്ന് പറയുന്നത് ഇന്റിജർ ആണ്. അപ്പൊ ഇതാണ് ജനറൽ സൊല്യൂഷൻ. ഇതിങ്ങനെ എഴുതിയിട്ട്
therefore general solution is x equal to n pi plus pi by 3 n element of integer. അപ്പൊ ഇങ്ങനെയാണ് പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും കാണുന്നത്. ഇനി അതുപോലെ സൈൻ തന്നാലും കോസ് തന്നാലും ഏത് തന്നാലും നമുക്ക് ഇതുപോലെ പ്രിൻസിപ്പലും ജനറൽ സൊല്യൂഷൻസ് ഒക്കെ കാണാൻ പറ്റും. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷൻ കാണാനാണ്. കോസ് 4x ഈക്വൽ ടു കോസ് 2x ഇതിന്റെ ജനറൽ സൊല്യൂഷൻ കാണാനാണ്. കോസ് 4x ഈക്വൽ ടു കോസ് 2x. ഈ കോസ് 4x എന്താണ്? കോസ് 2x എന്താണ്? 2 cos square x minus 1. അങ്ങനെയാണ് ഈ കോസ് 4x എന്താണ്? 2 cos square 2x minus 1. 2 cos square 2x minus 1 equal to cos 2x. 2 cos square 2x minus 1 equal to cos 2x. ഇനി 2 cos square 2x അതായത് ഇവിടെ cos 2x ന്റെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 2 cos square 2x minus cos 2x. ഈ cos 2x ഇങ്ങോട്ട് വന്ന minus cos 2x minus 1 equal to 0. 2 cos square 2x minus cos 2x minus 1 equal to 0. അപ്പൊ cos 2x ലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് ഇത്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും വരിക? cos 2x equal to minus b plus or minus. അതായത് cos 2x നമ്മൾ ഒരു x ആയിട്ട് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു y ഏതെങ്കിലും വേരിയബിൾ ആയിട്ട് വിചാരിച്ചാൽ അതിലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണുള്ളത്. അതിലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണിത്. അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് cos 2x equal to ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് വരിക? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അപ്പൊ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac മൈനസ് 4 into 2 into minus 1 by 2 into 2 equal to 1 plus or minus ഇതെന്ത് വരും? 1 plus 8 9 plus or minus 3 എന്ന് വരും. റൂട്ട് 9 എന്ന് പറയുന്നത് 3 by 4 equal to 1 plus 3 by 4 ഉം 1 minus 3 by 4 ഉം equal to എന്ത് വരും? 1 plus 3 എന്ന് 4 by 4 1 minus 3 എന്ന് പറയുന്നത് minus 2 by 4 minus 1 by 2. അപ്പൊ എന്തൊക്കെയാണ് വാല്യൂസ് ലഭിക്കുന്നത്? cos 2x equal to 1 minus 1 by 2. എന്ത് വാല്യൂസ് ലഭിക്കുന്നത്? cos 2x equal to, അതായത് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ നമ്മൾ ചെയ്തു വന്നപ്പോ 1 minus 1 by 2 എന്ന് ലഭിച്ചു. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് വാല്യൂസ് ലഭിച്ചത്? cos 2x equal to 1 minus 1 by 2. cos 2x ന്റെ വാല്യൂസ് എന്തൊക്കെയാണ് ലഭിച്ച് സോൾവ് ചെയ്തപ്പോ 1 ലഭിച്ചു, മൈനസ് 1 by 2 എന്ന് ലഭിച്ചു. cos 2x 1 ആയാലും അതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരും, മൈനസ് 1 by 2 ആയാലും ആ ഒരു ഫസ്റ്റ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് വരും. അപ്പൊ ഫസ്റ്റ് നമ്മൾ cos 2x 1 ആവുമ്പോ എങ്ങനെ വരുന്നത് നോക്കാം. when cos 2x equal to 1 cos 2x equal to 1 equal to cos 0. cos 2x 1 വരുന്നത് എപ്പോഴാണ്? cos 0 ആവുമ്പോ. 1 വരുന്നത് cos 0 ആവുമ്പോ. അപ്പൊ cos 2x equal to cos 1 equal to cos 0. cos x equal to cos y എന്നാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് വരിക? x equal to 2n pi plus or minus y. x equal to 2n pi plus or minus y. അപ്പോൾ ഇവിടെ ഒരു 2x equal to ഇവിടെ ഒരു y എന്നാണ്. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? ഈ 2x equal to 2n pi plus or minus 0 എന്ന് വരും. n element of integer. അങ്ങനെയാണെങ്കിൽ ഈ 2 അതിലെ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് ഇത് നമുക്ക് എന്ത് ലഭിക്കും? നമുക്ക് x equal to എന്താന്നുള്ളതാണ് പറയേണ്ടത്. 2x equal to എന്താന്നുള്ളതല്ല, x ആണല്ലോ നമുക്ക് കാണേണ്ടത്. അപ്പൊ x equal to എന്ത് ലഭിക്കും? x equal to n pi, അതായത് 2 ക്യാൻസൽ ചെയ്താൽ n pi n element of integer. x എന്ത് ലഭിക്കും? n pi n element of integer. അപ്പൊ നമ്മൾ cos 2x equal to 1 ആകുമ്പോഴുള്ള വാല്യൂ നമുക്ക് ലഭിച്ചു. ഇനി cos 2x എന്താവാം? മൈനസ് 1 by 2 ആകാൻ പറ്റും. cos 2x എന്നുള്ളത് മൈനസ് 1 by 2 എന്നുള്ളത് ആകാൻ പറ്റും. അപ്പോൾ ഇതോടെ മാറ്റുന്നുണ്ട്. നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടിയത് x equal to n pi n element of integer. ഇനി cos 2x മൈനസ് 1 by 2 ആകുമ്പോൾ എന്താണ് ആവുമെന്ന് നോക്കാം. cos 2x എന്തും ആകാം, മൈനസ് 1 by 2 ആകാൻ പറ്റും. ആ കേസിൽ എന്താ ആവുമെന്ന് നോക്കാം. അപ്പൊ cos 2x equal to
മൈനസ് 1/2 ഈക്വൽ ടു മൈനസ് കോസ് എത്ര π/3. കോസ് π/3 എന്ന് പറയുന്നത് എത്രയാണ് 1/2. അപ്പൊ മൈനസ് 1/2 വരെ നമുക്ക് എന്ത് ചെയ്താൽ മതി മൈനസ് കോസ് π/3. ഇനി മൈനസ് കോസ് π/3 എന്ന് നമുക്ക് എങ്ങനെ എഴുതാം മൈനസ് കോസ് π/3 എങ്ങനെ എഴുതാൻ പറ്റും കോസ് പൈ മൈനസ് π/3 എത്രയാണ് മൈനസ് കോസ് π/3. അപ്പോ കോസ് പൈ മൈനസ് π/3 അതായത് കോസ് 2x കോസ് ഓഫ് സംതിങ് ആ രൂപത്തിലോട്ട് എത്തിക്കാണ് ചെയ്യുന്നത്. കോസ് 2x കോസ് ഓഫ് സംതിങ് അത് പറയാൻ വേണ്ടി നമ്മൾ ഓരോ സ്റ്റെപ്പുകളായിട്ട് എഴുതിയത് മൈനസ് 1/2 അതായത് മൈനസ് ഓഫ് കോസ് π/3 അതെന്ന് പറയുന്നത് കോസ് പൈ മൈനസ് π/3 അതെന്ന് പറയുന്നത് കോസ് 2π/3 കോസ് 2π/3. അപ്പൊ കോസ് 2x കോസ് 2π/3 കോസ് x കോസ് y ആണെങ്കിൽ എന്തായിരുന്നു സൊല്യൂഷൻ x 2nπ പ്ലസ് ഓർ മൈനസ് y. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2x 2nπ പ്ലസ് ഓർ മൈനസ് 2π/3 n element of integer. 2x 2nπ പ്ലസ് ഓർ മൈനസ് 2π/3 n element of integer. ഇവിടെ എല്ലാത്തിലും 2 ക്യാൻസൽ ചെയ്താല് അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നുണ്ട് നമുക്ക് x എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്. x എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പൊ x എന്ത് വരും nπ പ്ലസ് ഓർ മൈനസ് π/3. x nπ പ്ലസ് ഓർ മൈനസ് π/3 n element of integer. അപ്പൊ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് ലഭിച്ചു. ഒന്നെങ്കിൽ ഇതായാൽ മതി nπ n element of integer അല്ലെങ്കിൽ nπ പ്ലസ് ഓർ മൈനസ് π/3 n element of integer ആയാൽ മതി. അപ്പൊ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ദാറ്റ് ഈസ് അതായത് നമ്മളോട് ജനറൽ സൊല്യൂഷൻ കാണാനായിരുന്നു ചോദിച്ചത്. അപ്പോ ഫൈനൽ ആയിട്ട് എങ്ങനെ എഴുതാം ദാറ്റ് ഈസ് ജനറൽ സൊല്യൂഷൻ ഈസ് പറഞ്ഞുകൊണ്ട് that is general solution is x equal to nπ അല്ലെങ്കിൽ nπ പ്ലസ് ഓർ മൈനസ് π/3 n element of integer. ഫൈനൽ ജനറൽ സൊല്യൂഷൻ ഈസ് പറഞ്ഞാല് ഈ ഒരു സ്റ്റെപ്പ് എഴുതുക ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് അതായത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക എക്സാമിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ. അപ്പോ x nπ അല്ലെങ്കിൽ nπ പ്ലസ് ഓർ മൈനസ് π/3 n element of integer. അങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻ വരുന്നത്. ഇനി അടുത്ത ജനറൽ സൊല്യൂഷൻ കാണാനുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് sin 2x plus cos x equal to 0. sin 2x plus cos x equal to 0. അപ്പൊ ഈ sin 2x നെ എന്ത് എഴുതാം 2 sin x cos x 2 sin x cos x plus cos x equal to 0. അപ്പൊ cos x നെ കോമൺ എടുത്താല് cos x രണ്ടിടത്തും ഉണ്ട് കോമൺ എടുത്താൽ എന്ത് ലഭിക്കും 2 sin x plus 1 equal to 0. അപ്പോ രണ്ട് ടൈം മൾട്ടിപ്ലൈ ചെയ്താൽ 0 ലഭിക്കുന്ന അതിന്റെ അർത്ഥം എന്താ രണ്ട് ടൈം മൾട്ടിപ്ലൈ ചെയ്താൽ 0 ലഭിക്കുന്ന ഒന്നെങ്കിൽ ഈ ടൈം 0 അല്ലെങ്കിൽ ഈ ടൈം 0 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ലഭിക്കും cos x equal to 0 or 2 sin x plus 1 equal to 0. cos x equal to 0 എന്നുള്ളത് cos x equal to cos 0 വരുന്നത് ഏതാണ് when cos x equal to 0 എന്ന് പറഞ്ഞിട്ട് എഴുതുക when cos x equal to 0 cos x equal to cos π/2 equal to 0. അപ്പോൾ നമുക്ക് x equal to 2nπ plus or minus π/2 എന്ന് ലഭിക്കും. x equal to 2nπ plus or minus π/2 n element of integer. അതുപോലെ അടുത്ത സ്റ്റെപ്പ് when 2 sin x plus 1 equal to 0 2 sin x plus 1 equal to 2 sin x plus 1 equal to 0. അടുത്ത സ്റ്റെപ്പ് ആയിട്ട് താഴെ എഴുതാം 2 sin x equal to minus 1 ലഭിക്കും 2 sin x equal to minus 1 sin x equal to അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എഴുതാമാണ് sin x equal to minus 1/2 sin x equal to minus 1/2 sin x മൈനസ് വരുന്നത് എവിടെയാണ് sin x equal to minus 1/2 അതിനെ വേണേ എങ്ങനെ എഴുതാം sin x equal to minus 1/2 അപ്പോൾ sin x equal to minus sin π/6 എന്ന് എഴുതാം equal to sin minus sin π/6 എന്ന് പറയുന്നത് sin എന്താണ് പൈ മൈനസ് π/6 ആണ് സോറി പൈ പ്ലസ് π/6 അതായത് തേർഡ് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണല്ലോ തേർഡ് ക്വാഡ്രന്റിൽ അതായത് സൈൻ പൈ പ്ലസ് π/6 എന്ന് പറയുന്നത് മൈനസ് sin π/6 ആണ്
ഈക്വൽ ടു സൈൻ 7 പൈ ബൈ 6 ഈക്വൽ ടു സൈൻ 7 പൈ ബൈ 6. അപ്പൊ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ 7 പൈ ബൈ 6 എന്ന് ലഭിച്ചു. അപ്പൊ എന്ത് എക്സ് ഈക്വൽ ടു n പൈ പ്ലസ് മൈനസ് 1 റേസ് ടു n y. y എന്ന് പറയുന്നത് ഇത് n എലമെന്റ് ഓഫ് ഇന്റിജർ. അതായത് സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്നാണെങ്കിൽ സൊല്യൂഷൻ എന്തായിരുന്നു? എക്സ് ഈക്വൽ ടു n പൈ പ്ലസ് മൈനസ് 1 റേസ് ടു n y. yക്ക് പകരം ഇവിടെ 7 പൈ ബൈ 6 എന്നാണ്. സൈൻ എക്സ് ഈക്വൽ ടു സൈൻ 7 പൈ ബൈ 6 ഈക്വൽ ടു മൈനസ് 1 ബൈ 2 ആണ് എഴുതാം. അതായത് ഈ സ്റ്റെപ്പ് ആദ്യം ഇങ്ങനെ എഴുതാം. സൈൻ എക്സ് ഈക്വൽ ടു മൈനസ് 1 ബൈ 2 ഈക്വൽ ടു മൈനസ് സൈൻ പൈ ബൈ 6 ഈക്വൽ ടു സൈൻ പൈ പ്ലസ് പൈ ബൈ 6 ഈക്വൽ ടു സൈൻ 7 പൈ ബൈ 6. ഈ ഒരു മെത്തേഡിൽ എഴുതിയാണ്ട് ഈക്വൽ ടു മൈനസ് 1 ബൈ 2 എന്ന് ലഭിക്കും. അല്ലെ, അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പുള്ള ഈക്വൽ ടു മൈനസ് 1 ബൈ 2 വേണ്ട. അപ്പൊ സൈൻ എക്സ് ഈക്വൽ ടു മൈനസ് 1 ബൈ 2 ഈക്വൽ ടു മൈനസ് സൈൻ പൈ ബൈ 6 ഈക്വൽ ടു സൈൻ പൈ പ്ലസ് പൈ ബൈ 6 ഈക്വൽ ടു സൈൻ 7 പൈ ബൈ 6. അപ്പോ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ 7 പൈ ബൈ 6 എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു n പൈ പ്ലസ് മൈനസ് 1 റേസ് ടു n 7 പൈ ബൈ 6 n എലമെന്റ് ഓഫ് ഇന്റിജർ. അപ്പൊ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് ലഭിച്ചു. ഒന്നെങ്കിൽ ഇതായാൽ മതി, അല്ലെങ്കിൽ ഇതായാൽ മതി. രണ്ടായാലും ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ജനറൽ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും എന്ന് കമ്പൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ 2n പൈ പ്ലസ് ഓർ മൈനസ് പൈ ബൈ 2 വരും. 2n പൈ പ്ലസ് ഓർ മൈനസ് പൈ ബൈ 2, 2n പൈ പ്ലസ് ഓർ മൈനസ് പൈ ബൈ 2 അല്ലെങ്കിൽ n പൈ പ്ലസ് മൈനസ് 1 റേസ് ടു 7 പൈ ബൈ 6 n എലമെന്റ് ഓഫ് ഇന്റിജർ. n പൈ പ്ലസ് മൈനസ് 1 റേസ് ടു 7 പൈ ബൈ 6 n എലമെന്റ് ഓഫ് ഇന്റിജർ. അതായത് സൊല്യൂഷൻ ആ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ മതി? സൊല്യൂഷൻ 2n പൈ പ്ലസ് ഓർ മൈനസ് പൈ ബൈ 2 അല്ലെങ്കിൽ കോമൺ ഇട്ടിട്ട് n പൈ പ്ലസ് മൈനസ് 1 റേസ് ടു 7 പൈ ബൈ 6 n എലമെന്റ് ഓഫ് ഇന്റിജർ. അപ്പൊ അതിന്റെ ജനറൽ സൊല്യൂഷൻ ആയി. അപ്പൊ ഇങ്ങനെ സൈൻ എക്സ് ഈക്വൽ ടു മൈനസ് 1 ബൈ 2 അല്ലെങ്കിൽ കോസ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് ആ സംഭവം എന്നൊക്കെ എഴുതുമ്പോൾ അതിന്റെ ആംഗിൾ കാണാനുള്ള മെത്തേഡാണ്. അതിന്റെ വാല്യൂ ആദ്യം ഇതുപോലെ എഴുതുക. അത് ഈക്വൽ ടു ആ വാല്യൂ എഴുതുക. അത് ഈക്വൽ ടു മൈനസ് ഓഫ് ഒരു സംഭവം ആയിരിക്കുമല്ലോ, മൈനസ് ഓഫ് കോസ് അല്ലെങ്കിൽ മൈനസ് ഓഫ് സൈൻ അങ്ങനെ ആയിരിക്കും. അപ്പൊ അതിന് മൈനസ് ആക്കി ഇവിടെ വരണമെങ്കിൽ ഇങ്ങനെ എഴുതുക. പൈ പ്ലസ് അല്ലെങ്കിൽ പൈ മൈനസ് ഏത് രൂപത്തിലാണ് എഴുതാൻ പറ്റുന്നത് ആ രൂപത്തിൽ എഴുതുക. അപ്പൊ അതിനൊരു വാല്യൂ ലഭിക്കും. അപ്പൊ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ രൂപത്തിലായി. സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്നുള്ളൊരു രൂപത്തിലായി. അപ്പോ എക്സ് ഈക്വൽ n പൈ പ്ലസ് അല്ലെങ്കിൽ അങ്ങനെ എന്താണ് ആ വൈ വെച്ചിട്ടുള്ള സൊല്യൂഷൻ എഴുതുക. അങ്ങനെയാണ് അത് ആദ്യം ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ മതി. ആ വാല്യൂ മൈനസിലുള്ള വാല്യൂ കാണുമ്പോൾ അത് ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ എഴുതിക്കൊണ്ടെന്ന് സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്നുള്ളൊരു രൂപത്തിലോട്ട് ആക്കുക. ഇനി ഇവിടെ പ്ലസ് ആണെങ്കിൽ നേരെ വാല്യൂ എഴുതിയാൽ മതി. പ്ലസ് 1 ബൈ 2 എന്നാണെങ്കിൽ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ 5 ബൈ 6 ഈക്വൽ ടു 1 ബൈ 2 എന്ന് എഴുതുക. അപ്പൊ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്നുള്ളൊരു രൂപത്തിലായി. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.